ഇതാ മോളെ ഫീസിനുള്ള കാശ്. ഈ രാമോട്ടെന്താ ഭ്രാന്താണോ? ഇങ്ങനിട്ട് ഹോൺ അടിച്ചാൽ അയൽവക്കക്കാർക്ക് എന്ത് തോന്നും? നീ എന്തൊരുക്കോ ഒരുങ്ങുന്നത്? കല്യാണം ഒരുക്കമാണോ? വേഗം ചെല്ലേ. അവൻ രാത്രി മുഴുവൻ ഉറങ്ങാതെ വണ്ടി ഓടിച്ചതല്ലേ. നിന്നെ കോളേജിൽ വിട്ടിട്ട് വേണം അവന് വണ്ടി തിരിച്ചേൽപ്പിക്കാൻ. ഞാൻ പതുക്കെ പോകുന്നുള്ളൂ. നിന്റെ ഈ വാശി പിടിച്ച സ്വഭാവമൊന്നും അത്ര നല്ലതല്ല കേട്ടോ. എനിക്കൊന്ന് സാരി ഉടുക്കണ്ടേ? എത്ര നേരമായി സാരി ഉടുക്കാൻ തുടങ്ങിയിട്ട്? അത് എന്റെ ഇഷ്ടമാ. നിന്റെ ഇഷ്ടം നടക്കാനാ അവൻ ഈ പാടുപെടുന്നത്. അവനില്ലായിരുന്നെങ്കിൽ നീ കോളേജിന്റെ പടി കാണില്ലായിരുന്നു. എനിക്ക് വേണ്ടി ആരും പാടുപെടണ്ട. എടീ നോക്ക്, ഇന്നെങ്കിലും ഫീസ് കൊടുക്കാൻ കാശുണ്ടായത് അവൻ കഷ്ടപ്പെട്ടിട്ടാ. ഇനി വണ്ടി കൊണ്ടിട്ടിട്ട് ആ പാവത്തിന് വർക്ക്ഷോപ്പിൽ പോണം. നിനക്ക് വേണ്ടി ഒരു കൂടപ്പിറപ്പ് പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത്. നീ ഒന്ന് വേഗം പോ. എത്ര നേരമായി ഗീത ഞാൻ കാത്തു നിൽക്കുന്നു. നിന്നെ കൊണ്ടുവിട്ടിട്ട് വേണം എനിക്ക്. തിരക്കാണെങ്കിൽ രാമോട്ടിന് പോയിക്കൂടായിരുന്നു? പിന്നെ നീ നടന്നു പോണ്ടേ? നടന്നാലും അങ്ങ് എത്തും. ഞാനുള്ളപ്പോ അത് വേണ്ട. ഇവിടെ എന്തിനാ നിർത്തുന്നത്? ഞാൻ കോളേജിന് മുന്നിൽ വിട്ടുതരാം. വേണ്ട. അതെന്താ പതിവില്ലാതെ ഇങ്ങനെ? ഏയ് ഒന്നുമില്ല. ഓ, ഞാൻ ടാക്സി തിരിച്ചു കൊണ്ടെടുക്കാൻ താമസിക്കുന്നുള്ള വിഷമം കൊണ്ടായിരിക്കും. അതെ. ഗീതയെ കാണാനാ ഞാനിവിടെ വന്നത്. ശ്രീനേട്ടനെ കണ്ടതുകൊണ്ടാ ഞാനും ഇവിടെ ഇറങ്ങിയത്. ആ, നമുക്കിത് അങ്ങോട്ട് പോവാം. അയ്യോ വേണ്ട. വരൂ ചേട്ടാ. വരുന്നേ. വരൂ ശ്രീനേട്ടാ. നമ്മൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ ഒന്നിച്ചു നടക്കുന്നത് ആരെങ്കിലും കണ്ടാൽ നമ്മൾ ലവേഴ്സ് ആണെന്ന് കരുതും. ഈ ശ്രീനേട്ടൻ ഇത്ര പേടിത്തൊണ്ടനായി പോയല്ലോ. അതല്ല ഗീതേ, കോളേജിൽ എല്ലാവരുടെ മുമ്പിലും ഞാൻ നല്ലവനായിട്ട് ജീവിച്ചിട്ടുള്ളൂ. നല്ലവനായാൽ പോരാ, ആണുങ്ങളായാൽ നട്ടല് കൂടി വേണം. എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ശ്രീനേട്ടൻ ചീത്തയായി പോയെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ. പ്രിൻസിപ്പൽ വിളിച്ചു ചോദിച്ചാലോ? നമ്മൾ മാരേജ് ചെയ്യാൻ പോവാണെന്ന് പറയണം. വരൂ. ഒരു കോഫി. കണ്ണ മേടിക്ക്. ഇവൻ ആള് കൊള്ളാവല്ലോ. ഗുരുവായൂരപ്പാ, വിശ്വപ്രേമം. ജോണി, ആരുടെയും മുഖത്ത് നോക്കാത്ത പെൺകുട്ടി ഈ മാപ്പിന്റെ വലയിലാണല്ലോ വീണിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടങ്ങ് ചെന്നാലോ? ശരിയാ, പ്രേമം ഇപ്പൊ പൊട്ടിച്ച് കൈ കൊടുക്കാം. നമ്മൾ എന്തിനാണ് സ്വർഗത്തിലെ കട്ടുറുമ്പോൾ നീ മിണ്ടായിട സാറേ. ശ്രീനി DSPയുടെ മോനായതുകൊണ്ടായിരിക്കും ഗീത അവനെ വളയുന്നത്. വളഞ്ഞോട്ടിട. നീ വിചാരിച്ചാൽ വീഴാത്ത ഏതെങ്കിലും പെൺകുട്ടി ഈ കോളേജിലുണ്ടോ? വരട്ടെ. അയ്യോ, ക്ലാസ്സിന് ടൈമായി. ഞാൻ ഫീസ് കൊടുത്തിട്ടില്ല. എന്നെ ക്ലാസ്സിൽ കേട്ടുമോ എന്തോ. ഫീസ് ഞാൻ തരാം. സാമി സേർട്ട് മേടിക്കണം. ജോണി, ഈ മഹാബ്രാഹ്മണനെ കൊണ്ട് പുക വലിപ്പിക്കരുത്. നിങ്ങൾക്ക് ബ്രഹ്മഹത്യ പാപം കിട്ടും. എന്നാ നീ കൊടുക്കണ്ട. വലിക്കാം വലിക്കാം. എന്നാ പിടിച്ചോ. വലിയടാ വലിയടാ. കേരളത്തിൽ എന്താണ്? കരുണാനിധി സാറിന്റെ പാർട്ടി ജയിക്കുമോ? ആര് ജയിച്ചാൽ എന്താ ചേട്ടാ? കേന്ദ്ര ഭരണം നമുക്ക് നല്ലത്. ഇന്നലെ ഓട്ടം അല്പം കുറവായിരുന്നു.
നേരം വെളുക്കാറായപ്പോൾ ഒരു പാർട്ടി വന്ന് വീണത്. വിജയ, ആ മാർക്കൊണ്ട് പണിയും തീർക്കണം. ടൂൾസ് എല്ലാം എടുത്തേക്ക്. ടൂൾസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടേ 2 മണിക്കൂറായി. ആണോ? ഇപ്പൊ തുടങ്ങാം. ഉച്ചയ്ക്ക് മുമ്പ് തീർക്കാം. നമ്മുടെ ടാക്സിയുടെ ക്ലച്ചിന് എന്തോ തകരാറുണ്ട്, അത് നേരെയാക്കണം. എങ്കിലേ വൈകുന്നേരം ഓടാൻ പറ്റൂ. ഓട്ടം കുറെ ജാസ്തി ആവണ്ട. ഇല്ല ചേട്ടാ, ഇന്നലെ കുറവായിരുന്നു, അതല്ലേ കാശ് കുറവായത്. വണ്ടിയുടെ ഓട്ടത്തിന്റെ കാര്യം അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നിന്റെ. ഞാനൊരിടത്തും ഒരു വീഴ്ചയും വരുത്തുന്നില്ലല്ലോ. പക്ഷെ അധികം താമസിയാതെ നീ വീഴും. എന്തിനു വേണ്ടിയിട്ടാ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ കഷ്ടപ്പെടുന്നൊന്നുമില്ല, കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്. അത് പണത്തിന് ആവശ്യമുള്ളത് കൊണ്ടാ. ആഗ്രഹം അധികമാകുമ്പോഴാ പണത്തിന് ആവശ്യം കൂടുതൽ വരുന്നത്. ആട്ടെ, ഇതിന്റെ ജോലി തീർക്കും ആദ്യം, എന്നിട്ടാവും മറ്റു കാര്യങ്ങൾ. രാമോട്ടാ, നിങ്ങൾ എന്നും ഇത്ര നേരെ വൈകേണ്ട ആവശ്യമൊന്നുമില്ല. എന്താടാ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രാവിലെ അല്പം ഉറങ്ങിക്കോ. ഗീത ചേച്ചി ഞാൻ കോളേജ് കൊണ്ടുവിടാമെന്ന്. ഗീത കോളേജ് വിട്ട് കഴിഞ്ഞിട്ട് നിനക്ക് കോളേജ് ഗേറ്റിൽ നിന്ന് വായ നോക്കാനല്ലടാ. ഞാൻ അങ്ങനെ ചക്കാത്തിനൊപ്പം വായ നോക്കുന്നുണ്ട്. രാമോട്ടൻ എന്താ ഒരു നഷ്ടം? വാചടിക്കാ ജോലിയിടാ. അടുത്ത അടിച്ചേരാ പിടിച്ചോളൂ. ഉനക്ക് എയ്മേ കിടയാതെ. ഇത് നീ മിസ്സാക്കില്ലോ. ഒന്ന് ഒറ്റയ്ക്ക് വരുന്നുണ്ടോ? അവളുടെ തലയ്ക്ക് അടിച്ചു. പിടിക്കൂ 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 പിടിക്കൂ. ഞാൻ പോയി എടുക്കണോ? ധൈര്യമാ പൊങ്കോ. നല്ല ധൈര്യമായി എടുങ്കോ സ്വാമി. ഓറ് കാണിച്ച് എടുത്തോണ്ടോ സ്വാമി? എടുക്കാൻ എന്താണ്? ഇതിനാണ് അച്ഛനമ്മമാർ പണം ചെലവാക്കി നിങ്ങളെ കോളേജിലാക്കുന്നത്? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പണം ചെലവാക്കുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നാളെ പോലെ സാറയില് തന്നെ എന്നാ മതി. എന്താ ജോലി ഇത്? ഇതൊക്കെ ശരിയാണ്. എടാ, നീ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ പരസ്യമായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. നിന്റെ നായിക എവിടെ? ഗീതാ ശ്രീനി സിന്ദാബാദ്. രാമോട്ടാ, എന്താടാ? നമ്മുടെ തക്കടി മുണ്ടനോട് എനിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ നടത്തണം. ആരടാ ഈ തക്കടി മുണ്ടൻ? നമ്മുടെ ഓണറെ. അയ്യോ, അയാള് കേക്കണ്ട. കേൾക്ക് ആരെങ്കിലും പറയൂ എന്റെ രാമോട്ടാ. എനിക്ക് കുറച്ച് കാശ് അഡ്വാൻസ് തരാൻ പറയണം. എന്തിനാ? എനിക്ക് ഒരു ജീൻസ് പാന്റും ഒരു ഡിസ്കോ ഷർട്ടും കൊടുക്കുക. അത് കഴിഞ്ഞാമോ? കഴിഞ്ഞു. വിജയ്, വണ്ടി ട്രയൽ നോക്ക്. നീ റിപ്പയർ ചെയ്ത വണ്ടിക്ക് ഇവനെ ട്രയൽ നോക്കണേ? എനിക്ക് ടാക്സി എടുക്കാൻ സമയമായി. ഞാൻ ചോദിച്ചത് കാശല്ലേ? പറയാം. അയ്യോ, നമ്മൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ ഒന്നിച്ചു നടക്കുന്നത് ആരെങ്കിലും കണ്ടാൽ നമ്മൾ ലോവേഴ്സ് ആണെന്ന് കരുതും. ഈ ശ്രീനേട്ടൻ ഇത്ര പേടിക്കേണ്ട കാര്യം. അതുകൊണ്ടല്ല ഗീത, കോളേജിൽ എല്ലാവരുടെ മുമ്പിലും ഞാൻ നല്ലവനായിട്ട് ജീവിച്ചിട്ടുള്ളൂ. നല്ലവനായാൽ പോരാ, ആണുങ്ങളായാൽ നട്ടല് കൂടി വേണം. എന്നെ സ്നേഹിക്കുന്നോണ്ട് ശ്രീനേട്ടൻ ചീത്തയായി പോയെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ. പ്രിൻസിപ്പൾ വിളിച്ച് ചോദിച്ചാലോ? നമ്മൾ മാരേജ് ചെയ്യാൻ പോവാണെന്ന് പറയണം.
മോനെ മോനെ, നീ എന്താ അത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാൻ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തതിനെ പറ്റി ആലോചിക്കായിരുന്നു. എപ്പോഴും ഇങ്ങനെ പഠിപ്പിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാ? ഇന്ന് ഇത്രയും മതി, പോയി റെസ്റ്റ് എടുക്കും മോനെ, അല്ലെങ്കിൽ ശരീരം ക്ഷീണിക്കും. Look here, don't treat him as a 5-year-old boy. ഈ പ്രായത്തിൽ ശരീരമൊക്കെ അല്പം ക്ഷീണിക്കണം. പഠിക്കാനുള്ള പഠിച്ചു തരുന്നതിന് ശേഷം റെസ്റ്റ് എടുത്താൽ മതി. ഞാൻ എന്റെ കുഞ്ഞിനോട് വല്ലതും ഒന്ന് പറയാൻ തുടങ്ങിയാൽ മതി, ഉടനെ കയറി എന്തെങ്കിലും പറയും. അതിന്റെ കാരണം നീ പറഞ്ഞതിൽ തന്നെ ഉണ്ട്. എന്താന്ന്? അവൻ ഇപ്പോൾ ഒരു കുഞ്ഞല്ല, ഈസ് എ ഗ്രോൺ അപ്പ് ബോയ്. അവന്റെ കാര്യം അവൻ തന്നെ നോക്കണം. എടാ, നീ ഇന്ന് ഗെയിംസിൽ പോയില്ലേ? പോയി. കളിച്ചോ? ഇല്ല, ഇന്ന് കളിക്കാൻ ചില പ്രോമിനന്റ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഓ, പ്രോമിനന്റ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? അവരോട് മത്സരിക്കാൻ ഭയമാണ്. എടാ, മിടുക്കന്മാരോട് മത്സരിച്ച് വേണം സാമർത്ഥ്യം തെളിയിക്കാൻ. ഈ ഫുട്ബോളും വോളിബോളും ഒക്കെ കളിച്ചാൽ എന്റെ കുഞ്ഞിന്റെ കാലും കൈയും. ഈ സംസാരം വേറെ ആവർത്തിച്ചാൽ നിന്റെ കൈയും കാലം ഞാൻ ഓടിക്കും. ഇനി നീ അവന്റെ ഒരു പെൺകുട്ടിയായിട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്നത്? DSP മേനന്റെ മകനാണ് അവൻ. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? യെസ് ഡാഡി. അവനെ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതിൽ? DSP മേനന്റെ മകനാണെന്നുള്ള കാര്യത്തിൽ. പിന്നെ നിനക്കുമല്ലോ. വേണ്ടാതെ വർത്താനം പറയരുത് കേട്ടോ. You silly old darling. ഹായ് ഡാർലിംഗ്, ഇതുവരെ ഉറങ്ങില്ലേ? ഇല്ല ഭക്ഷണം കഴിച്ചോ? ഇല്ല. ഞാൻ സർവനോട് എല്ലാം പറഞ്ഞ് ഏർപ്പാടിക്കാനല്ലേ പോയത്. എന്നും അവളല്ലേ വിളമ്പിത്തരാറ്. ഇന്ന് ഭാര്യയുടെ കൈ കൊണ്ട് വിളമ്പി മകനും ഒത്തിരുന്ന് കഴിക്കണമെന്നൊരു ആശ തോന്നി. കാത്തിരുന്നു. ഐ എം എക്സ്ട്രീംലി സോറി ഡാർലിംഗ്. വിമൻസ് ക്ലബിന്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിയുമ്പം 9 മണിയായി. ഇവിടെ കാത്തിരിക്കുന്ന അറിയാവുന്നതുകൊണ്ട് ഞാൻ ഉടനെ പുറപ്പെട്ടു. പക്ഷേ MG റോഡിൽ വെച്ച് നമ്മുടെ കാർ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഓഫ്, താങ്ക് ഗോഡ്, നമ്മുടെ സബ് കളക്ടർ അരവിന്ദൻ ആ വഴി വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഓ, ഹൗ നൈസ് ജെന്റിൽമാൻ ഹീസ്. ഷുവർ. അല്ലാതെ നിനക്കൊരു ലിഫ്റ്റ് തരുമായിരുന്നില്ലല്ലോ. വാട്ട് ഡു യു മീൻ? നത്തിങ്. എല്ലാവരും നിങ്ങളെ പോലെയാണെന്ന് കരുതരുത്. ഒരല്പം മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പിക്കപ്പ് ചെയ്യാൻ ഡ്രൈവർ വരുമ്പോ ക്ലബ് വരെ ഒന്ന് വരാമായിരുന്നില്ലേ? അവിടെയുള്ള എല്ലാ അവളുമാരുടെയും ഭർത്താക്കന്മാർ സ്വയം കാറോടിച്ച് വന്ന ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഡിസ്ട്രിക്ട് ജഡ്ജിയുടെ ഭാര്യയും ക്ലബ് പ്രസിഡന്റുമായ എനിക്ക് മാത്രം ആ ഭാഗ്യമില്ല. വല്ലാത്തൊരു ഭാഗ്യദോഷം തന്നെ. പരിഹസിക്കാൻ അറിയാമല്ലോ. വരുന്നെങ്കി വാ, ഭക്ഷണം കഴിക്കാം. ഇനി ഭാര്യയുടെ കൈകൊണ്ട് വിളമ്പി കിട്ടില്ല എന്നുള്ള പരാതി വേണ്ട. നിൽക്ക്, നമ്മുടെ മോനും കൂടി കേട്ടു വന്നോട്ടെ. എത്തിക്കഴിഞ്ഞു. Good evening, Daddy. Good evening, Mummy. No, my son. Now time is 12:40. Say good morning. Okay, good morning. ജോണി, Yes, Mummy. ഇതുവരെ നീ എവിടെയായിരുന്നു? മമ്മി എവിടെയായിരുന്നു? അവിടെ. വിമൻസ് ക്ലബിലോ? അല്ല, ഈ കിളവികൾ കൂടുന്ന സ്ഥലത്ത് എനിക്കെന്ത് കാര്യം? ഐ വാസ് ഇൻ ദ ടൗൺ. നഗരപ്രാന്തത്തിൽ എവിടെയോ. വീട്ടിൽ വരാൻ ഇത്രയും വൈകണം? മമ്മി എന്ത് വിട്ടിതരാണെന്ന്. മമ്മി ആ സബ് കളക്ടറിന്റെ കൂടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോ അതിന്റെ തൊട്ട് കുറയുകയുണ്ടായിരുന്നു. സത്യം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഭക്ഷണം കഴിക്കുന്നില്ലേ? വേണ്ട, വയറ് നിറഞ്ഞു. നിങ്ങൾ അവനെ ശാസിക്കാത്തോണ്ടാണ്? ശാസിക്കാനല്ല, സ്നേഹിക്കാനാണ് ഞാൻ അവനെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ നിന്റെ മുമ്പിൽ വെച്ച് അതിനുപോലും എനിക്ക് സാധ്യമല്ല. അലക്സ്, പ്ലീസ് ലീവ് മീ അലോൺ. സ്വാമി കല്ല് വാങ്ങിയാൽ നിങ്ങൾക്ക് വേണം പറയാൻ. അതിന് ഞാനല്ലടാ പറഞ്ഞു വിട്ടത്. വേണ്ടിയിരിക്കണു ഇവനാ. അവനിങ്ങ് വന്നോട്ടെ. അവൻ വല്ല ആയുർവേദ ഫാർമസിയിലും പോയി അരിഷ്ടവും വാങ്ങിക്കൊണ്ടായിരിക്കും വരുന്നത്. എന്നാൽ അവന്റെ തന്ത ആ ശാന്തിക്കാരൻ പോറ്റിയുണ്ടല്ലോ, അയാളെ കൊണ്ട് ഞാനത് കുടിപ്പിക്കും. നല്ലല്ലോ, വരണം.
കൺഗ്രാജുലേഷൻ സ്വാമി. താങ്ക് യു. നിനക്കതേ ഇല്ല ഈ പോയേനെ. സ്വാമി അപ്പാ എനിക്ക് വേണ്ട. പിടിക്കാൻ പിടിയടാ. ഗുരുവായൂരപ്പാ. വിഷ്ണു അത് കുടിക്കാനാ പറഞ്ഞത്. എനിക്ക് നിങ്ങൾ കുടിക്കുന്നുമില്ല, കുടിക്കാൻ കഴിയില്ല. പിടിക്കൂ പിടിക്കാൻ കുടിക്കാൻ. പിടിക്കുന്നേ. ആ ഇനി ഒഴിക്കൂ. എടാ ഇത് തീർത്ഥമല്ല. പ്ലീസ് 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 ഇനി ഒഴിക്കൂ. നോൺസെൻസ്. എടാ നീ കുടിക്കത്തില്ലല്ലയോ? എടാ ഇവനെ കൊണ്ട് കുടിപ്പിക്കാൻ ഒറ്റ മാർഗമുള്ളൂ. എനിക്കടാ എനിക്ക് കുനിസ്വാമി. എന്നാ മുനിസ്വാമിയാ? ഇങ്ങോട്ട് കുനിയാ കടവുള്ള ചീട്ടെടുക്ക്. നാനൊരു പാവം ഒരു പോർ ഫെലോ. എന്തിനാണ് എന്നെ ശ്രദ്ധിക്കുന്നത്? വൈരപ്പാ. സ്വാമിയെ സുഖമാണോ? അത് നിങ്ങൾക്ക്